ഇന്ന് രാവിലെ 9 കൂടിയാണ് PG ലൂബ്രിക്കൻസ് പറയുന്ന ഈ കമ്പനിക്കുള്ളിൽ തീപിടുത്തമുണ്ടായത്. ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിന്നും തീ പടർന്നു പിടിക്കുകയും പിന്നീട് അതായത് ബാക്കി വന്ന ഓയിലുകൾ റിഫൈൻ ചെയ്ത് മറ്റ് ഓയിലുകളാക്കി മാറ്റുന്ന ഒരു കമ്പനിയാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ അളവിൽ എണ്ണ സൂക്ഷിച്ചിരിക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ തീ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം വളരെ വലുതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും അതിന് തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ആൾ, അതായത് ബീഹാർ സ്വദേശിയായ ശത്രുഘ്നൻ മുഖ്യ എന്ന് പറയുന്ന ആളാണ് പൊള്ളലേറ്റ് മരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. അത്തരത്തിൽ അതായത് 39 ജീവനക്കാരാണ് ഫാക്ടറിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. 9:30 കൂടി എല്ലാവരും ജോലിക്ക് കയറിയിരുന്നു. 50 ജീവനക്കാരുള്ള ഫാക്ടറിയാണ് ഇത്. പക്ഷേ 39 പേരും ഈ തീപിടുത്തമുണ്ടായിരുന്ന സാഹചര്യത്തിൽ അവർ പുറത്തേക്ക് പോവുകയും അപകട സാധ്യത കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേസമയം ഈ ഒരാൾ മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം ഫയർഫോഴ്സിന് ലഭിച്ചിരുന്നെങ്കിലും വലിയ ഇന്റൻസിറ്റിയിൽ തീ പിടിച്ചതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ തീപിടുത്തം നടന്ന സ്ഥലത്തേക്ക്, അതായത് ഈ കത്തിപ്പടർന്ന ഇടത്തേക്ക് ഫയർഫോഴ്സിന് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ബീഹാർ സ്വദേശിയാണ് മരിച്ച ശത്രുഘ്നൻ മുഖ്യ. അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് 39 പേരെയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഒഴിപ്പിക്കാനും അവർ പെട്ടെന്ന് രക്ഷപ്പെട്ട് പുറത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് വലിയ കാഷ്വാലിറ്റി ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അതേസമയം മറ്റ് അടുത്ത സമീപ പ്രദേശങ്ങളിലേക്കുള്ള ഫാക്ടറികളിലുള്ള ആളുകളെയും ഒഴിപ്പിച്ചു. നമുക്കറിയാം ഈ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുന്നത് തിങ്ങി നിറഞ്ഞ ഫാക്ടറികളുള്ള ഒരിടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിയന്ത്രണാതീതമായി പോകാനുള്ള സാധ്യതയേറെയുണ്ട്. 1 മണിക്കൂർ തുടർച്ചയായുള്ള രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ഫയർഫോഴ്സിന് തീ അണയ്ക്കാൻ കഴിഞ്ഞതെങ്കിലും ഫയർഫോഴ്സിന്റെ 6 യൂണിറ്റ് ഇവിടെ എത്തിയാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ജീവനക്കാരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ മറ്റ് അപകട സാധ്യതകളൊന്നും കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഒരു വേദനാജനകമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയി പെട്ടെന്ന് ഉണ്ടായ തീപിടുത്തം. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീ പടർന്നു പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞില്ല. ഈ അപകടത്തിൽപ്പെട്ട ആളെ അടിയന്തരമായി രക്ഷിക്കാനും കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ റിസ്ക് എടുത്തോ? വലിയ റിസ്ക് എടുത്തില്ല, കാരണം പകൽ സമയമായിരുന്നല്ലോ. ഒരു 9:35 കൂടിയാണ് ഏലൂർ ഫയർ സ്റ്റേഷനിലേക്ക് തൊട്ടടുത്താണ് 2 കിലോമീറ്റർ ദൂരമുണ്ട് തീപിടുത്തത്തിന്റെ കോൾ വരുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വലിയ ഒരു ഓയിലിനാണ് പിടിച്ചത്. കാരണം ഇത് ഉപയോഗിച്ച ഓയിലുകൾ റീസൈക്കിൾ ചെയ്തിട്ട് മറ്റ് ഓയിൽ പ്രോഡക്റ്റുകളാക്കി മാറ്റുന്ന ഒരു കമ്പനിയാണിത്. നമ്മുടെ ശേഖരിച്ച് വെച്ചേക്കണ എല്ലാം വീക്കുകളെല്ലാം ഉപയോഗിച്ച ഓയിലുകളാണ്. ഇതിന് പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പക്ഷേ ഇവിടെ ബോയിലറിൻ്റെ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടായി. ഈ ബോയിലറിൻ്റെ ആയുള്ള ഇന്ധനത്തിനാണ് അതിനാണ് തീ പിടിച്ചത്. അവിടെയാണ് തീ പിടിച്ചത്. പക്ഷേ ബോയിലർ പൊട്ടിത്തെറിച്ചില്ല. അപ്പോൾ അതിൽ നിന്ന് ഇത് തീ ഓയിലിലേക്കും മറ്റ് ഓയിലിൻ്റെ മറ്റ് എസൻസിലേക്കും ഇത് പടർന്നു കഴിഞ്ഞപ്പോഴേക്കും അതാണ് ഈ പുകയെല്ലാം വന്നത്. പക്ഷേ ഇത് തൊട്ടടുത്ത് കമ്പനികൾ കൂടുകയാണ്. തൊട്ടടുത്ത് ഇതിനു മുമ്പ് 2016 ഒരു കമ്പനി തീപിടിച്ച് ഇവിടെ മൊത്തം നശിച്ചു പോയ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ മറ്റ് കമ്പനികൾ തീപിടുക, ഇത് വ്യവസായികളുടെ ആ ഒരു നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തന്നെ എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗം ഫയർ സ്റ്റേഷനിൽ നിന്നും ഇവിടെ എത്തിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് തീപിടുത്തി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മിസ്സിംഗ് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ ബോയിലറിനകത്തേക്ക് നമുക്ക് തീ പിടിക്കുന്നിടത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ശത്രുഘ്നൻ മുഖ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ബീഹാർ സ്വദേശിയാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ആണ് മൃതദേഹിക്കുന്നത്. അപ്പോൾ അതുമാത്രമേ ഖേദകരമായുള്ളൂ. പക്ഷേ തീ കെടുത്തി നമ്മൾ ആർക്കൊന്നും പരിക്കില്ല. ഓടി രക്ഷപ്പെടുന്നതിലേക്ക് കാലൊളിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. ഏതാണ്ട് 30-40 ഇടയ്ക്ക് ജീവനക്കാരിവിടെ ഉണ്ടായിരുന്നു. ടോട്ടൽ 50 പേരുണ്ട്. അവരെല്ലാം ആ സമയത്ത് 9:30 ഒരു ജീവനക്കാരി നമ്മളിപ്പോൾ കണ്ടായിരുന്നു. അവർ പറഞ്ഞു 9:30 അവർ ജോലിക്ക് കയറിയ ശേഷമാണ് ഇത് ഉണ്ടാകുന്നത്. അവരെല്ലാം എടുത്ത് ഓടിയെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മറ്റ് ആശങ്കപ്പെടാനൊന്നുമില്ല. ഒരാൾ മരണപ്പെട്ടെന്നുള്ള വേദനാജനകമായ വസ്തുത മാത്രമേ ഇതിലുള്ളൂ. നിലവിൽ ഇരിക്കുന്ന എല്ലാ ഓയിലുകളാണിത്, ശേഖരിച്ച് വെച്ച ഓയിലുകളാണ്. മറ്റു വിഷയങ്ങളൊന്നും തന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.